Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു റാപ്പ് പാന്റിന്റെ വീഡിയോ ആണ്. ഈ ഒരു പാന്റ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാന്റ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു 2 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ ഇവിടെ 4 ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആദ്യം ഒന്ന് പകുതിയായിട്ട് മടക്കുക, അതിനുശേഷം ഒന്നുകൂടി മടക്കി വെച്ചെടുക്കുക. അതുപോലെ ഞാൻ ക്ലോത്ത് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് അടയാളപ്പെടുത്താം. ഞാൻ ഇതിലൊരു 40 ഇഞ്ച് ലെങ്ത് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 22 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഫോൾഡഡ് ആണ്. ഇത് ഓപ്പണിംഗ് ഭാഗമാണ്. നമ്മൾ സാധാരണ ക്രോച്ച് അടയാളപ്പെടുത്തുമ്പോൾ ഓപ്പണിംഗ് ഭാഗത്ത് അടയാളപ്പെടുത്തും. പക്ഷേ ഈ ഒരു പാൻറ്റിന് നമ്മൾ ഫോൾഡഡ് ഭാഗത്താണ് ക്രോച്ച് അടയാളപ്പെടുത്തുന്നത്. ക്രോച്ചിൻ്റെ വിഡ്ത്ത് ഒരു 5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രോച്ചിൻ്റെ ലെങ്ത്ത് ഒരു 12 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. 12 ഇഞ്ച് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ നമുക്കൊരു സ്കെയിൽ വെച്ച് ഒരു ബോക്സ് ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അതിനുള്ളിൽ നമുക്കൊരു കേർവ് ഷേപ്പ് വരച്ചെടുക്കാം. ഇതുപോലൊരു കേർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്രോച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് അവിടെ ഒരു കേർവ് ഷേപ്പ് വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പണിംഗ് ചെയ്ത് നോക്കാം. ഇതുപോലെ തുറന്ന് വെക്കുക. അതിനുശേഷം ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ക്രോച്ചിൻ്റെ ഈ ഏരിയ നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണീൻ്റെ 3 വശവും നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി മടക്കി വെച്ച് അടിച്ചു കൊടുക്കാം. അതുപോലെ 2 പീസ് തുണിയും 3 ഭാഗത്തും നമുക്ക് മടക്കി അടിച്ച് കൊണ്ടുവരാം. ഞാനിപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഭാഗത്ത് നമുക്ക് ബാൻഡ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനൊരു 1.5 മീറ്റർ നീളവും അതുപോലെ 3 ഇഞ്ച് വീതിയിലുള്ള ഒരു 2 ബാൻഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ നടുഭാഗത്തായിട്ട് നമുക്ക് ബാൻഡിൻ്റെ മിഡിൽ പോയിൻ്റ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം. ബാൻഡിൻ്റെ മിഡിൽ പോർഷൻ ഞാനിപ്പോൾ ക്രോച്ചിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് അങ്ങോട്ടേക്ക് ബാൻഡ് പിടിച്ചിട്ട് അടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ ബാൻഡിൻ്റെ നല്ല വശവും അതുപോലെ പാൻറ്റിൻ്റെ ചീത്ത വശവും ഒരുമിച്ച് വെച്ച് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് ബാൻഡ് ഇതുപോലെ മടക്കി അടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡ് മുഴുവനായിട്ട് അടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ബാൻഡ് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ പാൻറ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് പാൻറ് ഉണ്ടാവുക. നമുക്കിതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ചുറ്റിക്കൊണ്ടുവന്ന് ബാക്ക് ഭാഗത്ത് ഇതുപോലെ കെട്ടിക്കൊടുക്കണം. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ബാൻഡ് എടുത്തിട്ട് രണ്ടാമത്തെ ബാൻഡ് ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ കാലിൻ്റെ വിടവിൻ്റെ ഉള്ളിലൂടെ പുറകിലേക്ക് കൊണ്ടുവന്ന് പിറകിൽ നിന്നും മുന്നിലേക്ക് കൊണ്ടുവന്ന് മുൻഭാഗത്ത് നമുക്ക് കെട്ടിക്കൊടുക്കണം. പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ലൊരു വെറൈറ്റി പാൻറ്റാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.